നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കാണുന്നത് പോലെയല്ല സിനിമാക്കാരെല്ലാം വെറും തൊട്ടികളെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താരസംഘടനയായ AMMAയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണല്ലോ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങൾ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നടിമാർ പരസ്പരം ഇരുചേരികളായി തിരിഞ്ഞാണ് തെറിവിളിയും അതുപോലെ തന്നെ പരസ്പരം കുത്തി വർത്തമാനം പറയുകയും ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്യുന്നത്. ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ സജീവമായത് കോടതിയിലും കേസുമായി നിൽക്കുകയാണ്. ഇതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുക്കു പരമേശ്വരൻ. മെമ്മറി കാർഡുമായി എനിക്കൊരു ബന്ധവുമില്ല എന്നും അനാവശ്യമായി എൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നുവെന്നും കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുക്കു പരമേശ്വരൻ ലക്ഷ്യം വെക്കുന്നത് ചില മുതിർന്ന നടിമാരെയാണ്. അതായത് പൊന്നമ്മ ബാബുവും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പ് തനിക്ക് എതിരെയും ഒക്കെ വലിയ രീതിയിൽ നീക്കം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇരുചേരിയായി തിരിഞ്ഞ് പൂര തെറിവിളിയും അടിയും നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നാണ് കുക്കു പരമേശ്വരൻ ആരോപിച്ചിരിക്കുന്നത്. പൊന്നമ്മ ബാബു, ഉഷ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് കുക്കു പരമേശ്വരൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം. എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത്. അതേസമയം മെമ്മറി കാർഡ് വിഷയത്തിൽ ഉഷ ഹസീന, പൊന്നമ്മ ബാബു, പ്രിയങ്ക, ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ അമ്മയ്ക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ദുരനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്നറിയണം. കുക്കു പരമേശ്വരൻ മറുപടി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്ന് വ്യക്തമാക്കണമെന്നും നടിമാർ ആവശ്യപ്പെടും. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നം, അത് അമ്മയുമായി, അതായത് AMMAയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല വിഷയങ്ങളും വലിച്ചു പുറത്തേക്കിടുകയാണ്. നടിമാർ അവരുടെ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോയൊക്കെ ലീക്കായിട്ടുണ്ട്, പലരുടെയും കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഒരു കൂട്ടം നടിമാർ പറയുന്നത്. അതിന് പിന്നിൽ മറ്റൊരു കൂട്ടം നടിമാർ പ്രവർത്തിച്ചുവെന്നും ഈ സംഘടനയുടെ വലിയ ശക്തികളാകാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഹീനപ്രവർത്തികൾക്ക് പിന്നിലെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് നടിമാരിൽ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ചേരിതിരിഞ്ഞുള്ള അടി ഇപ്പോൾ അങ്ങാടിപ്പാട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു നടൻ ഈ അടുത്ത് പച്ചത്തെറി വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ പുറത്തേക്ക് വരികയും വൻ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. അതായത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലൊക്കെ ആയിരുന്നു അവരുടെ സംസാരങ്ങൾ. അതാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മീടു ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് സംഘടനയിലെ വനിതാ അംഗങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനായി ഒരു യോഗം വിളിച്ചത്. ആ പരിപാടിയിൽ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. എന്നാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. യോഗത്തിന്റെ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്നാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ മെമ്മറി കാർഡ് തങ്ങളുടെ കൈവശം ഇല്ല എന്ന് അവർ പറയുന്നു. മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്കയുണ്ടെന്ന് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി വന്നാൽ ഇത് വെച്ച് അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ഒരു വിഭാഗം പറയുന്നു. മെമ്മറി കാർഡ് തിരികെ വേണമെന്നും കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നും പൊന്നമ്മ ബാബു തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ നടി ശ്വേതയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുകയാണ്. ശ്വേതാ മേനോനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മേജർ രവി രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് ശ്വേതയ്ക്കെതിരെ നടക്കുന്ന നീക്കമാണിതെന്ന് മേജർ രവി പ്രതികരിച്ചു. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. ശ്വേതയുടെ അച്ഛൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയും മകളെ പോലെയും കാണുന്ന ആളാണ് ശ്വേത. വിഷയം അറിഞ്ഞപ്പോൾ ശ്വേതയെ വിളിച്ച് തമാശയായാണ് ചോദിച്ചത് എന്താടി ഇതെന്ന്. എന്നാൽ ശ്വേത കരയുകയായിരുന്നു. എനിക്ക് 13 വയസ്സുള്ള മകളുണ്ട്. ഈ ചെയ്യുന്നവർ അവളുടെ കാര്യം ഓർക്കുന്നുണ്ടോ? തന്നെ പോക്സോ കേസിലാണ് കുടുക്കാൻ നോക്കുന്നത് എന്ന് ശ്വേത എന്നോട് പറഞ്ഞത്. ആ കരച്ചിൽ കേട്ടപ്പോഴാണ് എനിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് ആർക്കും മനസ്സിലാകും. ശ്വേത തെരഞ്ഞെടുപ്പിന് അപേക്ഷ കൊടുത്തതിന് പിന്നാലെയാണ് കേസ് വന്നത്.
ആർക്കോ വേണ്ടി ഏതോ ഗുണ്ട ചെയ്ത പണിയാണിത്. സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത സിനിമകളിലാണ് ശ്വേത അഭിനയിച്ചത്, അല്ലാതെ നീല ചിത്രങ്ങളല്ല എന്നത്, അതും 10 കൊല്ലം മുൻപ് അഭിനയിച്ച സിനിമയുടെ പേരിലാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. കളിമൺ സിനിമയിൽ ശ്വേത അഭിനയിച്ചതെല്ലാം ഇത് പല യൂട്യൂബേഴ്സും യൂട്യൂബിലൂടെ ലൈവായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടാണെന്ന് വ്യക്തമാണ്. എന്നാൽ നീതിപീഠം ഇതെല്ലാം കാണുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തും. കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ശക്തമായ ശിക്ഷ കോടതി നൽകണം. ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടി കേസ് നൽകാൻ ഇതുപോലെ ആൾക്കാർ വരും. എന്താണ് ശ്വേത ചെയ്ത തെറ്റ്? രതിനിർവേദത്തിനെതിരെയും പരാതി ഉണ്ടെന്ന് പറയുന്നു. ഇതൊരു റീമേക്ക് ചിത്രമാണ്. എന്തുകൊണ്ടാണ് രതിനിർവേദം ചെയ്ത ജയഭാരതി ചേച്ചിക്കെതിരെ കേസ് കൊടുക്കാത്തത്? നെറ്റിൽ കയറി ശ്വേത ഹോട്ട് ഫിലിംസ് എന്നൊക്കെയാണ് ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോണോഗ്രാഫി തിരഞ്ഞെടുത്തപ്പോഴാണ് ഇയാൾ ഇതൊക്കെയും കണ്ടത്. എന്തിനാണ് അയാൾ തിരയാൻ പോയത്? അയാളാണ് യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടത്. കോടതിയിൽ ഇതിനൊക്കെ മറുപടി നൽകേണ്ടി വരും. ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? ശ്വേത ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ അസ്വസ്ഥരായവർ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട്. പൊതുസമൂഹം ശ്വേതയോടൊപ്പമുണ്ട്. ഞാനും കുറെ കാലമായി അമ്മയിൽ അംഗത്വത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട്. ചില കാരണങ്ങളാൽ അത് വൈകിപ്പിക്കുകയാണ്. 10-15 വർഷം മുൻപ് ശ്വേത അഭിനയിച്ച സിനിമയുടെ പേരിലാണ് ഈ കേസ്. കോടതി ഇതിൽ കൃത്യമായി ഇടപെടും. ഇതുവരെ ഒരാളും ശ്വേതയ്ക്കൊപ്പം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഷീലു എബ്രഹാമിന്റെ വിഷയവും ഇതുതന്നെയായിരുന്നു. ഷീലുവിന്റെ പിറകിൽ ശക്തനായ ഭർത്താവുണ്ടെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും കണ്ടു. അത് ഷീലുവിന്റെ കഴിവല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി അയാൾ പോരാടും. അതിൽ ചൊറിയാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇതുപോലെയാകും ശ്വേതയുടെ കാര്യവും. ശ്വേതയ്ക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടാകണം. തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം? ശ്വേതയുടെ വിഷയത്തിൽ നിങ്ങളുടെ കളി നടക്കില്ല. പൊതുസമൂഹം ശ്വേതയ്ക്കൊപ്പമാണെന്നും മേജർ രവി ആവർത്തിച്ച് പറഞ്ഞു. എന്തായാലും ഈ വിഷയം വലിയൊരു ചർച്ചയിലേക്കും വിവാദത്തിലേക്കുമൊക്കെ മാറുമ്പോൾ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുകച്ചിൽ അത് പൂർണ്ണമായും കുറേയൊക്കെ പുറത്തേക്ക് വരികയാണ്. ഞങ്ങൾ ഇതുവരെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള നടന്മാരും നടിമാരും ഒന്നുമല്ല, ആ മുഖമൊന്നുമല്ല ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളും പറയുന്നു. അപഹാസ്യമാണെന്നും പരസ്പരം തെറി വിളിച്ച് അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കി സ്വയം നാണം കെടുകയാണ് ഈ സിനിമാക്കാരെന്നും വലിയ രീതിയിൽ ആൾക്കാർ പ്രതികരിച്ചും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.